മുരിങ്ങയിലക്കറി ഇത് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ബാമിക ഷിബി ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷിബില. ഇന്ന് നമ്മള് മുരിങ്ങയുടെ ഇല വെച്ചിട്ട് ഒരു നാടൻ കറിയായിട്ട് ചെയ്തെടുക്കുന്നത്. അത് നമ്മളെ വീടുകളിലൊക്കെ എപ്പോഴും അമ്മമാർ ഉണ്ടാക്കി തരുന്ന നല്ലൊരു കറിയാണ് മുരിങ്ങയുടെ ഇല വെച്ചിട്ട്. ഈ മുരിങ്ങയുടെ ഇല വെച്ചിട്ട് നമ്മള് ചെറിയ കുട്ടികൾക്കൊക്കെ കറി വെച്ചിട്ടും അതുപോലെ തന്നെ ഉടച്ചു കൊടുക്കുന്ന ചോറ് കൊടുക്കുന്ന ചെറിയ കുട്ടികളില്ലേ, അവർക്കൊക്കെ ആണെങ്കിൽ എപ്പോഴും ഒരാഴ്ചയിൽ 2 ദിവസം വരെ കൊടുക്കുന്നത് നല്ലതാട്ടോ. മുരിങ്ങയുടെ ഇല അത്രയും ഔഷധ ഗുണമുള്ള ഒരു ഇലയാണ്. അപ്പൊ നമുക്കിന്ന് ഇത് വെച്ചിട്ട് ഒരു നാടൻ കറി റെഡിയാക്കി എടുക്കാം. മുരിങ്ങയുടെ ഇല നമ്മള് തണ്ടൊക്കെ കളഞ്ഞ് ഇല മാത്രം എടുത്തിട്ട് നന്നായിട്ട് കഴുകിയിട്ട് വെള്ളമൊക്കെ ഒന്ന് മാറ്റി എടുത്തതാണ്. ഇനി ഇതിലേക്ക് വേണ്ടത് തേങ്ങയാണ്. ഒരുപാട് തേങ്ങയൊന്നും വേണ്ട, ഒരു കൈപ്പിടി തേങ്ങ എടുത്താൽ മതി. ഇനി പരിപ്പ് വേണം. നമ്മളൊരു ചെറിയൊരു ബൗളിന് ഒരു ബൗള് പരിപ്പ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ചെറിയുള്ളി, ഒരു 3 പച്ചമുളക്, ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം. കുക്കറിൽ പരിപ്പ് കഴുകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഒരു 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചൊന്ന് വേവിച്ചെടുക്കുക. ഒരു 2 വിസിൽ അടുപ്പിച്ചെടുക്കുമ്പോൾ പരിപ്പ് നന്നായിട്ട് വെന്ത് കിട്ടും. പരിപ്പൊന്ന് വെന്ത് കിട്ടുന്ന സമയം കൊണ്ട് ഇതിലേക്കുള്ള അരപ്പൊന്ന് റെഡിയാക്കി എടുക്കുക. അതിനായിട്ട് ജാറിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കട്ടെ. തേങ്ങേന്റെ കൂടെ തന്നെ 3 ചെറിയുള്ളി, ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർത്തിട്ട് അരച്ചെടുക്കുക. പരിപ്പ് കുക്കറിൽ നിന്ന് വെന്തപ്പം 2 ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് നന്നായിട്ട് ചട്ടിയിൽ കിടന്ന് നന്നായിട്ടൊന്ന് തിളച്ചു വരാനായി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് മുരിങ്ങയുടെ ഇല ചേർത്ത് കൊടുക്കുക. ഇല ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇല പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ഇല നന്നായിട്ട് വെന്ത് കിട്ടും. കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. കുറച്ച് വെള്ളത്തിന്റെ കുറവുണ്ട്. മുരിങ്ങന്റെ ഇല ചേർത്തിട്ട് കുറച്ച് സമയമായിട്ടുണ്ട്. ഇല നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. എല്ലും പരിപ്പും കൂടെ ഒന്ന് വെന്ത് ഒന്ന് ചാർന്ന് കുറുകി വരാനായി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. തേങ്ങയും ജീരകവും ചെറിയുള്ളിയും കൂടെ ഇട്ട് അരച്ചരപ്പാണ്, അത് ചേർത്ത് കൊടുക്കുക. ഒരു ലേശം കൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല, ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇനി അരപ്പിൽ കിടന്ന് ഒന്ന് നല്ലൊന്ന് തിളച്ചു വന്നാൽ മതി. ഒരുപാട് സമയത്ത് വേവിക്കണ്ട, നന്നായിട്ടൊന്ന് തിളച്ചു വന്നാൽ മതി. ചേർത്ത് കറി നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെച്ചിട്ടതിലേക്ക് താളിച്ചൊഴിക്കുക. താളിപ്പിനായിട്ട് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നന്നായി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. നാടൻ കറികളൊക്കെ വെക്കുമ്പോൾ എന്തായാലും വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. ഓയിലൊക്കെ ചേർക്കുമ്പോൾ ഒരു ടേസ്റ്റ് വ്യത്യാസം വരും. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് വറ്റൽമുളകും ചെറിയുള്ളി ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക. നന്നായി മൂത്ത് വരുമ്പോൾ കറിയിലേക്ക് ചേർക്കുക. ഉള്ളി ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി താളിച്ചത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക. നാടൻ മുരിങ്ങയിലക്കറി ഇത് അവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെന്തായാലും കുറെ പേർക്ക് അറിയാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യാൻ ആരും മറക്കരുത്. കൂടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയറും ലൈക്കും ചെയ്യണം. ഇതുപോലുള്ള നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.